തുടർ പ്രവർത്തനം ഞങ്ങൾ പാർട്ടിയെ ഇതുവരെ ഞങ്ങൾ പറഞ്ഞിരുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾ തുടരും. പാർട്ടിയെ ശക്തിപ്പെടുത്തും. പാർട്ടിയും ജനങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ സുദൃഢമാക്കും. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള തിരിച്ചടിയുണ്ട്. തിരിച്ചടി എന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂടെ നിന്ന് ആൾക്കാർ ചിലർ മാറി വോട്ട് ചെയ്തിട്ടുണ്ട്. ആ വിഭാഗങ്ങളെല്ലാം ഞങ്ങൾ തിരിച്ചുകൊണ്ടുവന്ന് പ്രസ്ഥാനത്തെ ഏറ്റവും കരുത്തുറ്റ പ്രസ്ഥാനമാക്കി വളർത്തിയെടുക്കാനുള്ള സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ചിട്ടയായി പ്ലാൻ ചെയ്ത് ഞങ്ങൾ നടപ്പിലാക്കും. അത് വിജയത്തിലെത്തും. വനിതകളാണ്, യുവാക്കളാണ്, എംഎൽഎമാരാണ്. എംഎൽഎമാരൊക്കെ ജനപ്രതിനിധികളൊക്കെ ആയിരുന്നുകൊണ്ട് അവരെല്ലാം അവരുടെ ഒരു പ്രവർത്തന മികവ് പ്രകടിപ്പിച്ച സഹാക്കളെയാണ് എടുത്തിരിക്കുന്നത്. അവരെല്ലാം കൂടി ചേരുമ്പോഴാണ് ജില്ലാ കമ്മിറ്റി ശക്തമായ ജില്ലാ കമ്മിറ്റിയായി മാറുന്നത്. നമ്മുടെ പ്രായം മാത്രമല്ലല്ലോ, പ്രായമുണ്ട്. പ്രവർത്തന സജ്ജമായ സഹാക്കളെ, ഇതിനേക്കാൾ മെച്ചപ്പെട്ട സഹാക്കളെ ഉൾപ്പെടുത്തണമെങ്കിൽ ചിലർ ഒഴിവാക്കിയല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒഴിവാക്കുന്ന വെച്ചാൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളൂ, പാർട്ടിയിൽ നിന്നല്ല. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ അവർ സ്ഥാനത്തെ കമ്മിറ്റിയിൽ പ്രവർത്തിക്കും. അവിടെ പ്രവർത്തിച്ച് മികവുള്ള ആയി മാറുകയാണെങ്കിൽ, ഇതിനേക്കാൾ മികവായിട്ട് പ്രവർത്തിക്കുന്നെങ്കിൽ അടുത്ത് വരും. നമുക്ക് 46 പേരെ എടുക്കാൻ ഒക്കൂ. നമ്പരുണ്ട്. സാധാരണ ഇങ്ങനെ വരുന്നവരെല്ലാം എടുക്കുകയല്ലോ. 46 സഹാക്കളുടെ നമ്മുടെ മെമ്പർഷിപ്പ് എടുത്ത ജില്ലാ കമ്മിറ്റി വരേണ്ടത്. അത് ഞങ്ങളുടെ സംഘടനാ തീരുമാനമല്ല. ആ തീരുമാനത്തിൽ 46 എടുക്കാൻ ഒക്കുന്നുള്ളൂ. നമുക്കൊരു 10-300 പേര് ജില്ലാ കമ്മിറ്റി പ്രവർത്തിക്കാൻ കഴിയുന്നവർ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് 46 പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അവരെയാണ് സെലക്ട് ചെയ്യുന്നത്. ബാക്കിയുള്ളവരൊന്നും അയോഗ്യരായതുകൊണ്ടല്ല. അവരെല്ലാം പാർട്ടി തന്നെ പറയാം, കീഴ്ഘടകങ്ങളിലും മറ്റേതിലും പ്രവർത്തിക്കും. അവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി അവർ തുടർന്ന് ജില്ലാ കമ്മിറ്റിയിലേക്കും സ്റ്റേറ്റ് കമ്മിറ്റിയിലൊക്കെ ഉയർന്നു വരും. അതാണ് പാർട്ടി രീതി. അഭിഷ മാത്രമല്ല, അതാ പറഞ്ഞത്, ഇത് 46 പേര് നമ്പർ വന്നപ്പം ഏരിയ സെക്രട്ടറിമാരായിട്ടുള്ള പലരെയും നമുക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. അഭിൻഷാ ഇപ്പം സെക്രട്ടറി തിരഞ്ഞെടുത്താണല്ലോ. നേരത്തെ സീനിയറായിട്ട് സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത പല സഹാക്കളും ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. അവരെ ഉൾപ്പെടുത്തണമെങ്കിൽ നിലവിലുള്ളവർ ഒഴിവാക്കണം. നിലവിലുള്ളവർ പ്രവർത്തിക്കുന്നവരാണ്. ആ പ്രവർത്തിക്കുന്നവരെ എങ്ങനെ ഒഴിവാക്കുന്നത്? അപ്പം പ്രവർത്തിക്കുന്നവരുടെ ഉൾപ്പെടുത്തേണ്ട ഇത് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പുതിയ ആൾക്കാരെ ഉൾപ്പെടുത്താൻ കഴിയാതെ വരുന്നുണ്ട്. പക്ഷെ അവർ ഏരിയ സെക്രട്ടറിമാരെന്ന രൂപത്തിലേക്ക് ഒരു ജില്ലാ കമ്മിറ്റി മെമ്പറിനെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന ആളാണ്. ആ പൊസിഷനിൽ നിന്നുണ്ട്. അതിന് ജില്ലാ കമ്മിറ്റി തന്നെ ഉൾപ്പെടണമെന്നില്ല. എന്നാൽ അവര് അർഹതപ്പെട്ടവരല്ലേ ആണ്, തീർച്ചയായിട്ടും വേണം. പക്ഷെ നമ്പരില്ല. ഒരു പരിധിവരെ വിഭാഗം ഒഴിവാക്കി കഴിഞ്ഞു. അതല്ല പറഞ്ഞത്, വേറെ അല്ല. വിഭാഗീയത പൂർണ്ണമായി അവസാനിപ്പിച്ചെന്ന് നമുക്കെന്ന് പറഞ്ഞു. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഈ വ്യക്തിപരമായ വിരോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തർക്കങ്ങളുണ്ടാകും. സഹകരണ തർക്കമുണ്ട്. ആ തർക്കങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചില ചേരിതിരിവുകൾ വരുന്നുണ്ട്. ആഭ്യന്തരമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അത് പ്രസ്ഥാനത്തെ നമുക്ക് ദുർബലപ്പെടുത്തുന്നുണ്ട്. അതാണ് അത് പ്രശ്നം. ഇടപെട്ടാൽ മതി. ഇടപെട്ടാൽ അപ്പോൾ പരിഹരിക്കും. കുട്ടനാട് അങ്ങനെ നമ്മൾ തീരുമാനിച്ചിട്ടേ ഇല്ല. അങ്ങനെ പ്രശ്നം വിധിച്ചിട്ടില്ല. കുട്ടനാട് ഞങ്ങൾക്ക് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളതാണ്. അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മത്സരിക്കുന്നത് NCP ആണ്. NCPക്ക് വളരെ അംഗസംഖ്യ കുറവാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അംഗസംഖ്യ കുറവെന്നുള്ളതല്ല പ്രശ്നം. മുന്നണി എന്ന് പറഞ്ഞാൽ മുന്നണിയാണ്. അതിനകത്ത് ഏതൊക്കെ പാർട്ടി ആണോ അവരെല്ലാം ചേരുന്നതാണ് മുന്നണി. LDF എന്ന് പറഞ്ഞാൽ അവരെല്ലാം ചേർന്നതല്ലേ. ആ LDFന് നമ്മൾ സീറ്റ് കൊടുക്കുന്നു, മത്സരിക്കാൻ സീറ്റ് കൊടുക്കുന്നു. ആ സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ജയിപ്പിക്കേണ്ട ബാധ്യത ആരാ? അതിന് നേരത്തെ കൂടെ LDFന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബാധ്യതയാണ്. ആ ചുമതല ഞങ്ങൾ നിർവഹിക്കുന്നത്. ആ ചുമതല നിർവഹിച്ചുകൊണ്ട് അവിടെ ജയിപ്പിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമുള്ളതുകൊണ്ടാണ് നമ്മൾ നിർത്തുന്നത്. NCPക്ക് കൊടുത്താലും പാർട്ടിയുടെ കരുത്തുകൊണ്ട് ഞങ്ങൾ ജയിപ്പിക്കും എന്ന് സീറ്റ് നമ്മൾ നിലനിർത്തും എന്ന് ഉത്തമ വിശ്വാസമുള്ളതുകൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റി ആ സീറ്റ് ഇവർക്ക് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അത് കൊടുക്കുന്നു. ഇനി ഇവരെ നിർത്തിയാൽ ശരിയല്ല എന്ന് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിക്ക് തോന്നുന്നെങ്കിൽ അന്നേരം ആ സമയത്തേ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് അതിനെക്കുറിച്ചൊരു ആലോചനയില്ല, ചിന്തയില്ല, വേറെ പ്രശ്നമില്ല. ഇപ്പം LDF ആണ്. LDF എന്ന രൂപത്തിൽ യോജിച്ചു പോവുക.